നമസ്കാരം, ഞാൻ ജിനാൻ ഫ്രം സൈൻ മീഡിയ എന്റർപ്രൈസസ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ജിനാനിലെ ഒരു ഫൈബർ ലേസർ മെറ്റൽ കട്ടിംഗ് മെഷീൻ ഫാക്ടറിയിലാണ്. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ഇപ്പം ഫൈബർ ലേസർ മെഷീൻ കട്ടിംഗ് മെഷീൻ എന്ന് പറയുന്നത് ഒരു സ്ഥാപനം ഇടുക എന്ന് പറഞ്ഞാൽ ഏകദേശം 30 ലക്ഷം രൂപയോളം ഇൻവെസ്റ്റ്മെന്റ് വരുന്ന ഒരു സംഭവമാണ്. ഏകദേശം ഇപ്പോൾ ഇടുകയാണെങ്കിൽ ഒരു 30 ലക്ഷം പ്ലസ് ടാക്സ് നമുക്ക് ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് വരുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ കഴിഞ്ഞ 1.5 വർഷമായിട്ട് ഞങ്ങൾ ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഞങ്ങൾക്ക് തന്നെ ഒരുപാട് CNC കസ്റ്റമേഴ്സ് അവർ ഒരുപാട് ചോദിക്കുന്ന ഒരു മെഷീനാണ് മെറ്റൽ കട്ടിംഗ് മെഷീൻ. അവർ അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ ചോദിക്കുന്ന ഒരു മെഷീനാണ് മെറ്റൽ കട്ടിംഗ് മെഷീൻ. പക്ഷെ ഇത്രയും എമൗണ്ട് കൊടുത്തിട്ട് അവർക്ക് അത് അഫോർഡബിൾ ആയിട്ട് അത് ചെയ്യാൻ കഴിയുന്നില്ല. അപ്പൊ അതൊരു പ്രോബ്ലമാണ്. ഓക്കെ, അപ്പോൾ ഞങ്ങൾ അതിനെക്കുറിച്ച് അതിനൊരു സൊല്യൂഷൻ ഇപ്പോൾ 1.5 വർഷമായിട്ട് കണ്ടെത്തിക്കൊണ്ടിരിക്കുക അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് നമ്മുടെ കസ്റ്റമേഴ്സിന് അത്രയും ഒരു 30 ലക്ഷം രൂപയുടെ പ്ലസ് ടാക്സ് വരുമ്പോൾ ഏകദേശം 35 ലക്ഷം രൂപയോളം ഇപ്പോഴത്തെ ലെവലിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള കാരണം പല കസ്റ്റമേഴ്സും ഈ ഒരു പ്രൊജക്ട് മാറ്റിവെക്കുന്ന ഒരു സ്റ്റേജിലായിരുന്നു. അപ്പം ഞങ്ങൾ കഴിഞ്ഞ 1.5 വർഷമായി, ഞാൻ പറഞ്ഞ പോലെ കഴിഞ്ഞ 1.5 വർഷമായിട്ട് ഇതിനൊരു സൊല്യൂഷൻ നമ്മൾ തേടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഫൈനലി ഞങ്ങൾ ആ സൊല്യൂഷൻ ഞങ്ങൾ കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് ഒരു ഫൈബർ ലേസർ കട്ടിംഗ് മെഷീൻ തുടങ്ങണമെങ്കിൽ നമുക്ക് ഇപ്പോൾ വേണ്ടത് ഒരു 15 ലക്ഷം പ്ലസ് ടാക്സ് അല്ലെങ്കിൽ 16 ലക്ഷം പ്ലസ് ടാക്സ്, 2 കാറ്റഗറി മെഷീൻസ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ഈ 16 ലക്ഷം പ്ലസ് ടാക്സിൽ നമുക്ക് എല്ലാ എക്യുപ്മെന്റ്സ്, അതായത് ഇതിന്റെ പവർ എക്യുപ്മെന്റ്സ് അടക്കം നിങ്ങൾക്ക് ആ മെഷീൻ വർക്ക് ചെയ്യിപ്പിച്ച് തുടങ്ങാം. അതൊരു നല്ല ഒരു പുതിയ തുടക്കമാവട്ടെ നമ്മുടെ ഫീൽഡിൽ മാവും എന്ന് എനിക്കൊരു നല്ലൊരു വിശ്വാസമുണ്ട്. അപ്പൊ നമ്മൾ കൂടുതൽ സംസാരിച്ചിട്ട് ഞാൻ എന്റെ ഈ വീഡിയോ ദീർഘിപ്പിക്കുന്നില്ല. നമുക്ക് നമ്മുടെ മെഷീൻ പരിചയപ്പെടാം. പിന്നെ എടുത്തു പറയേണ്ട ഒരു സംഭവം, ഈ മെഷീൻ നമ്മളിപ്പോ റേറ്റ് ഇത്രയും കുറയുമ്പോൾ സ്വാഭാവികമായും കസ്റ്റമറിലോട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, അത് ക്വാളിറ്റിയിൽ വരുന്ന കോംപ്രമൈസ് ആവാണ്. എന്നാൽ അത് ഒരിക്കലും അല്ല. നമ്മുടെ മെഷീൻ എന്ന് പറയുന്നത് ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ലാതെ എല്ലാം ഇമ്പോർട്ടഡ്, പല രാജ്യങ്ങളിൽ നിന്നുള്ള ഇമ്പോർട്ടഡ് മെഷീൻസ്, ഇമ്പോർട്ടഡ് പാർട്സുകൾ ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന ഒരു മെഷീനാണ്. അത് നിങ്ങൾക്ക് നേരിട്ട് നമുക്ക് കണ്ടറിയാം. അപ്പോൾ ആ ഒരു സംശയം തികച്ചും വേണ്ട. മാത്രമല്ല, ഈ വീഡിയോ നിങ്ങൾ കാണുന്ന ഡേറ്റിൽ നിന്ന് ഒരു 45 ദിവസത്തിന്റെ ഉള്ളിൽ നമുക്ക് ഡെമോ വീഡിയോ നമ്മുടെ നാട്ടിലെ മെഷീൻ നമ്മൾ ഡെമോ അറേഞ്ച് ചെയ്യുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ട് ഇത്ര പ്രൈസ് കുറവിൽ ചെയ്യാൻ പറ്റും എന്ന് ഒരു ചോദ്യവും അടുത്തായിട്ട് ഉയരാൻ സാധ്യതയുണ്ട്. അതെന്താന്ന് വെച്ചാൽ, നമ്മൾ ഈ കമ്പനിയുമായി ടൈപ്പ് ചെയ്തിട്ട് ഇതിന്റെ പ്രൊഡക്ഷൻ ഇന്ത്യയിൽ, അതായത് നമ്മുടെ പോണ്ടിച്ചേരി ഒരു ഫാക്ടറിയിൽ, പൊള്ളാച്ചി ഫാക്ടറിയിൽ നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിന്റെ പ്രകാരമാണ് ഇത്രയും വില കുറവിൽ നിങ്ങൾക്ക് ഈ മെഷീൻ ഞങ്ങൾക്ക് തരാൻ കഴിയുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിന്റെ ഡീറ്റെയിൽസ്. ബാക്കി നമുക്ക് കൂടുതൽ മെഷീൻ കണ്ട് മെഷീന്റെ ഡീറ്റെയിൽസിലോട്ട് കിടക്കാം. ഓക്കെ, ഗുഡ്. ഇതാണ് അവിടെ ചൈനയിലെ ഫാക്ടറി. ഇതേ സെയിം ഫാക്ടറിയാണ് നമ്മൾ ഇവിടെ പൊള്ളാച്ചിയിൽ അറേഞ്ച് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഞാൻ എത്രയും പെട്ടെന്ന് എനിക്ക് മെഷീൻ പരിചയപ്പെടാം. ഈ മെഷീനാണ് ഞാൻ പറഞ്ഞ മെഷീൻ. ഞാൻ നിങ്ങൾക്ക് നേരത്തെ സൂചിപ്പിച്ച മെഷീൻ ഈ മെഷീനാണ്. ഈ മെഷീന്റെ ടോട്ടൽ വെയിറ്റ് എന്ന് പറയുന്നത് ഏകദേശം 2500 കിലോഗ്രാം ആണ് ടോട്ടൽ വെയിറ്റ് വരുന്നത്. സോ വെയിറ്റിൽ ഒരു കോംപ്രമൈസും ഈ മെഷീൻ ചെയ്തിട്ടില്ല. മാത്രമല്ല, ഇത് 1.5 തൊട്ടിട്ട് നമുക്ക് ഏകദേശം 10 കിലോ വാട്ടിന് മുകളിൽ വരുന്ന പല കോൺഫിഗറേഷൻ മെഷീൻസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ നോർമലി നമ്മുടെ കസ്റ്റമേഴ്സിനൊക്കെ ഞാൻ അറിഞ്ഞിട്ടുള്ള 1.5 ഇനഫ് ആണ്. 3 കിലോ വാട്ട് വേണ്ടവരുണ്ട്. കൂടുതൽ 1.5, 3 കിലോ വാട്ട് മെഷീനാണ് കൂടുതലായിട്ട് കസ്റ്റമർ ചോദിക്കുന്നത്. സോ 1.5ന്റെ പ്രൈസ് ആണ് ഞാൻ പറഞ്ഞത് 15 ലക്ഷവും 16 ലക്ഷവും. അപ്പോൾ ഇതിൽ വരുന്ന 16 ലക്ഷത്തിന്റെ മോഡലാണ് ഇത്. ഇത് കുറച്ചുകൂടെ വെയിറ്റ് 2500 കിലോഗ്രാം വെയിറ്റ് വരുന്ന ഒരു മെഷീനാണ്. ഇതിൽ വരുന്ന പാർട്സുകൾ നമുക്ക് ഇനി പരിചയപ്പെടാം. വരും. ഇവിടെയാണ് ഇതിന്റെ ഹെഡ് വരുന്നത്. ലേസർ ഹെഡ് മെയിൻ ഒരു പാർട്സ് ആണ് ലേസർ ഹെഡ്. ലേസർ ഹെഡ് വരുമ്പോൾ റേ ടൂൾസിന്റെ സ്വിറ്റ്സർലാൻഡ് ബ്രാൻഡായ റേ ടൂൾസ് എന്നുള്ള ബ്രാൻഡാണ് ഇതിൽ വരുന്നത്. ഇതിന്റെ 1.5ന്റെ ലേസർ ഹെഡ് ആണ് ഇത്. അപ്പോ നിങ്ങൾക്ക് അതിലും നമ്മൾ കോംപ്രമൈസ് ചെയ്തിട്ടില്ല. നോർമലി വരുന്ന ഹൈ കോൺഫിഗറേഷൻ മെഷീന്റെ സെയിം കോൺഫിഗറേഷൻ ഹെഡ് ആണ് നമ്മൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അടുത്തായിട്ട് വരുമ്പോൾ ഇതിന്റെ കൺട്രോൾ ഇവിടെയാണ് വരുന്നത്. നമുക്ക് ഇവിടെ നിന്നിട്ടാണ് കൺട്രോൾ ചെയ്യാൻ കഴിയുന്നത്. ഈ മെഷീന്റെ ടച്ച് ഡിസ്പ്ലേ ആണ് ഈ കാണുന്നത്. ഏകദേശം 20 ഇഞ്ച് വരുന്ന ടച്ച് ഡിസ്പ്ലേ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിന്ന് നമുക്ക് ഈസി ആയിട്ട് നമുക്കിത് ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും. ഇതിന്റെ സ്വിച്ച് കൺട്രോളെല്ലാം ഇവിടെ ഈസി ആയിട്ട് നമുക്ക് ഇവിടെ ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും. പിന്നെ ഈ സൈഡ് വശങ്ങളിലോട്ട് വരുമ്പോൾ മെഷീൻ കാണിക്കട്ടെ.
സൈഡ് വശം ഈ മിഷൻ കാണിച്ചാൽ കേട്ടോ. സൈഡ് വശങ്ങളിലോട്ട് വരുമ്പോൾ ഇത്രയും ഹെവി ആയിട്ടുള്ള ഒരു ഗാൻഡ്രി ഇവിടെ കൊടുത്തിരിക്കുന്നു. ഇത്രയും ഹെവി ആയിട്ടുള്ള ഒരു കൺവെയർ ബെൽറ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അവിടെ അതാ ഇൻഡിക്കേഷൻ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ഇൻഡിക്കേഷൻ ലൈറ്റ്, റെഡ് ലൈറ്റ് കത്തും. അതിന് വേണ്ടിയിട്ടാണ് ആ ഒരു ലൈറ്റ് കൊടുത്തിരിക്കുന്നത്. സർ, മാക്സ് സർ, ക്യാൻ യു ഓൺ ദിസ് മെഷീൻ? ക്യാൻ യു ഓൺ ദിസ് മെഷീൻ? ഓൺ മെഷീൻ ഓൺ. ഓക്കെ, ഇങ്ങോട്ട് വരുമ്പോ ഈ സൈഡ് വശങ്ങളിലോട്ട് വരുമ്പോ ഇതൊരു ഇൻഡസ്ട്രിയൽ മെഷീൻ ആണ്. അതുകൊണ്ട് തന്നെ നല്ല ഹെവി പാർട്സുകൾ ഉപയോഗിച്ചിട്ടാണ് ഈ മെഷീൻ ഇവിടെ ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മുടെ റെയിലിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കവറാണ്. നമ്മുടെ റെയിലിന് ഡസ്റ്റ് കാര്യങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു കവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെയാണ് നമ്മുടെ പവർ സോഴ്സ് കീപ്പ് ചെയ്യുന്ന ഒരു ഭാഗം ഇവിടെയാണ്. ഇപ്പൊ എടുത്ത് പുറത്ത് വെച്ചിരിക്കുകയാണ് ഇത്. ഇവിടെയാണ് നമ്മുടെ പവർ സോഴ്സ് നമ്മൾ ഇൻബിൽറ്റ് ചെയ്ത് വരിക. ഇത് നമുക്ക് AC, അതായത് AC പാനൽ അടക്കമാണ് നമ്മുടെ മെഷീനിൽ വരിക. കാരണം നമ്മുടെ ഇന്ത്യയിൽ ഹീറ്റ് അധികമാണ്. അപ്പോൾ AC ചൂട് കൂടുമ്പോൾ നമുക്ക് പ്രശ്നം വരുന്നത് നമ്മുടെ പവർ സോഴ്സിനെ അത് ബാധിക്കും. അപ്പോൾ നമുക്ക് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇതിന്റെ AC പാനൽ അടക്കമാണ് നമ്മൾ ഈ മെഷീനിൽ കൊടുക്കുന്നത്. ഓക്കെ, ഇത് തിരിച്ച് അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇതാണ് പവർ സോഴ്സ് വരുന്നത്. റേക്കസിന്റെ ഇത് ഇപ്പൊ 3 kW റേക്കസിന്റെ സോഴ്സ് ആണ് ഇരിക്കുന്നത്. 1.5ന്റെ വരുമ്പോൾ ഇത് വളരെ ചെറിയൊരു സോഴ്സ് ആയിട്ടാണ് വരുന്നത്. ഓക്കെ, ഇതിന്റെ ചില്ലർ വന്നിട്ട് SN എന്ന് പറഞ്ഞ ബ്രാൻഡാണ് ഇതിന്റെ ചില്ലർ വരുന്നത്. ഇങ്ങോട്ട് കടക്കാൻ നമുക്ക് പറ്റില്ല, അവരങ്ങനെ ലോക്ക് ചെയ്തിട്ട് ഇരിക്കുന്നതാണ്. പിന്നെ ഇതിന്റെ ഉള്ളിലാണ് വരുമ്പോ ഇങ്ങോട്ട് വരും സാർ, ഇങ്ങോട്ട് വരും. ഈ മെഷീന്റെ ഉൾവശത്ത് നമുക്ക് ഇതിലെല്ലാം കീപ്പ് ചെയ്യാൻ പറ്റും. ഇതിന്റെ കമ്പ്യൂട്ടർ അങ്ങനത്തെ ഉള്ള എക്യുപ്മെന്റ്സ് ഒക്കെ നമുക്ക് ഇതിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. ഇതിന്റെ കൂടെ തന്നെ കമ്പ്യൂട്ടറും എല്ലാം ഇതിൽ നിന്ന് തന്നെ സ്റ്റോർ ചെയ്യാൻ കഴിയും. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ മെയിൻ ഇലക്ട്രോണിക് പാർട്സിലോട്ട് പോവാം. അത് നമുക്ക് ഇതിനെ കടക്കാൻ പറ്റാത്ത വേറൊരു മെഷീനിൽ ഞാൻ കാണിച്ചു തരാം. ഇങ്ങോട്ട് വരും. ഇങ്ങോട്ട് വരും. ഇത് SNA എന്ന് പറഞ്ഞ ഒരു ഫേമസ് ചില്ലർ ബ്രാൻഡ് ആണ്. അത് ഒരു ഹൈ ബ്രാൻഡ് ആണ് ഇൻ ചൈന, ഹൈ ബ്രാൻഡ് ആണ്. എവറി മെഷീൻ നിങ്ങൾ നോക്കിയാൽ ഹാൻഡ്ലി അല്ലെങ്കിൽ SNA എന്നുള്ള ഒരു ചില്ലർ എന്നുള്ള ബ്രാൻഡിന്റെ ചില്ലർ ആയിരിക്കും നമ്മൾ ഹൈ കോൺഫിഗറേഷൻ മെഷീനിൽ കണ്ടിട്ടുണ്ടാവുക. അതേ ചില്ലറാണ് നമ്മൾ ഈ മെഷീനിൽ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ ഇലക്ട്രോണിക് പാർട്സിലോട്ട് വരാം. റേ ടൂൾസിന്റെ തന്നെ കൺട്രോൾ ബോർഡാണ് ഇരിക്കുന്നത്. ലീഡ് ഷൈന്റെ 750 വാട്ട്സ് വരുന്ന ഡ്രൈവറുകളാണ്, ഈ 4 ഡ്രൈവറുകളാണ് ഇരിക്കുന്നത്. ഇതിന്റെ അതർ ഇലക്ട്രോണിക് പാർട്സ് മെയിൻ ആയിട്ട് ഇവിടെ കൺട്രോൾ ബോർഡാണ്. അത് റേ ടൂളിന്റെ തന്നെ കൺട്രോൾ ബോർഡാണ് വരുന്നത്. അതായത് സ്വിറ്റ്സർലാൻഡ് മെയ്ഡ് ആണ് റേ ടൂൾസ്. അതിന്റെ തന്നെ കൺട്രോൾ ബോർഡാണ് നമുക്ക് ഈ മെഷീന്റെ കൂടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതിന്റെ ഉള്ളിൽ വരുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ പവർ പ്രൊട്ടക്ഷൻ സിസ്റ്റം ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് നമുക്ക് ഈ മെഷീനിൽ ഹൈ പവർ വരുമ്പോൾ അത് റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റം ഈ മെഷീനിൽ തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് 16 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് ജസ്റ്റ് 16 lakhs rupeesന് ടോട്ടലി ഒരു മെഷീൻ നിങ്ങൾക്ക് സെറ്റ് ചെയ്തെടുക്കാൻ കഴിയും. 30 ലക്ഷം നിന്ന് 16 ലക്ഷത്തിലോട്ട് ഒരു ചുരുങ്ങുന്ന ഒരു സംഭവമാണ് ഇത്. അപ്പോ ഞങ്ങളും ഭയങ്കര എക്സൈറ്റഡ് ആണ്. നമ്മളൊരു ഫാക്ടറി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. ഒരു 50 ഈ വീഡിയോ എടുക്കുന്ന ഒരു 50 ദിവസത്തിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് മെഷീൻ ഞങ്ങൾക്ക് ഡെലിവർ ചെയ്യാൻ കഴിയും. അപ്പോ നമുക്ക് ഇനി ഈ സൈഡിലോട്ടൊക്കെ ഒന്ന് വരാം. ഈ മെഷീനിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഹെവി സ്ട്രക്ചർ ആണ്. ഈ മെഷീൻ ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. ഭയങ്കരമായിട്ടുള്ള ഹെവി സ്ട്രക്ചർ ആണ്. നമുക്ക് പ്രൈസ് കുറയുമ്പോൾ സ്ട്രക്ചറിൽ നമ്മൾ കോംപ്രമൈസ് വരുത്തി എന്ന് നമ്മൾക്ക് തോന്നില്ല. നോക്കൂ, ഇതിന്റെ തിക്നെസ് നമുക്ക് നോക്കാം കേട്ടോ. ഇത്രയും തിക്നെസ്സിൽ ഏകദേശം ഒരു 15 mm തിക്നെസ്സിലാണ് ഈ മെഷീൻ മേക്ക് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇത്രയൊക്കെയാണ് മെഷീനെ പറ്റി പറയുന്നത്. പക്ഷെ ഇനിയിപ്പോ ഈ മെഷീന്റെ വാറണ്ടി എന്ന് പറയുന്നത്, ഈ മെഷീന്റെ വാറണ്ടിയിലായിരിക്കും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവുക. ഈ മെഷീന്റെ വാറണ്ടി എന്ന് പറയുന്നത് നിങ്ങൾക്ക് മെഷീനും വിത്ത് സോഴ്സിനും 2 വർഷത്തെ വാറണ്ടിയാണ്, റീപ്ലേസ്മെന്റ് വാറണ്ടിയാണ് ഈ മെഷീന്റെ കൂടെ നിങ്ങൾക്ക് കിട്ടുന്നത്. 2 വർഷം നിങ്ങൾക്ക് ഹെഡ് ഏക്ക് ഫ്രീ ഇല്ലാണ്ട് ഈ മെഷീൻ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ കഴിയും.
മാത്രമല്ല ഇതിനെ നമുക്കൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇന്ത്യൻ വാറന്റിയാണ് സോഴ്സിന് നമ്മൾ കൊടുക്കുന്നത്. അതായത് നിങ്ങൾക്കൊരു സോഴ്സിന് കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ നോർമലി ഇത് നമുക്ക് ചൈനയിലേക്ക് അയച്ച് ചൈനയിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ ഒരു സമയം എടുക്കും. ഓൾമോസ്റ്റ് അതൊരു 1 മന്തിന്റെ അടുത്തെടുക്കും. പക്ഷെ നമുക്ക് നേരെ മറിച്ച് ഇന്ത്യയിൽ നിന്ന് നമ്മൾ സോഴ്സ് ചെയ്യാണ് ചെയ്യുന്നത്. ലേസർ സോഴ്സ് നമ്മൾ ഇന്ത്യയിൽ നിന്നാണ് സോഴ്സ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് അവരൊരു സ്പെയർ സോഴ്സ് നമുക്ക് അതുവരെ വർക്ക് ചെയ്യാൻ നമുക്ക് അതൊരു അയച്ചു തരും. അപ്പൊ നമുക്ക് അത്രയും സമയം എടുക്കില്ല. അപ്പൊ നമ്മുടെ ബിസിനസ്സിനെ അതൊരു ലെവലിൽ വരെ ബാധിക്കാണ്ട് കൊണ്ടുപോകാൻ അത് നമ്മളെ സഹായിക്കും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വില കുറഞ്ഞിട്ട് കൂടി നമ്മൾ ഇവിടുന്ന് സോഴ്സ് എടുക്കാണ്ട് ഇന്ത്യയിൽ നിന്ന് നമുക്ക് റേക്കസിന്റെ ഓഫീസിൽ നിന്ന് നമ്മൾ ഡയറക്റ്റ് സോഴ്സ് കണ്ടെത്തുന്നത്. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മൾ ഈ പറഞ്ഞ മെഷീന്റെ ഡീറ്റെയിൽസ്. പിന്നെ ഇതിന്റെ നമ്മൾ ഡ്രാഗൺ എന്ന് പറഞ്ഞ ബ്രാൻഡിലാണ് ഈ മെഷീൻ നമ്മളിവിടെ ഇന്ത്യയിൽ നമ്മൾ സപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പോ നിങ്ങൾ ഒരുവിധം ഡീറ്റെയിൽസ് ഞാനൊരു ക്വിക്കായിട്ട് പറഞ്ഞു പോയതാണ്. ഇതിന്റെ ഫുൾ വീഡിയോ ആയിട്ട് നമ്മുടെ അവിടെ ഡെമോ വരുമ്പോൾ ഒരു ഫുൾ വീഡിയോ ഇനി അനദർ വീഡിയോ വരും. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ പെർഫോമൻസ് ഒന്ന് കാണാം അല്ലേ. നമുക്ക് ഇതൊരു 3 കിലോവാട്ടിലാണ് ഇപ്പൊ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. ഇതിൽ നമുക്ക് ഒരു 14 mm കാർബൺ സ്റ്റീൽ വെച്ചിട്ടാണ് ഇപ്പൊ ഒരു കട്ട് ചെയ്യാൻ പോകുന്നത്. 14 mm വരുന്ന കാർബൺ സ്റ്റീലാണ് ഇപ്പൊ നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത്. നമുക്ക് അതൊന്ന് കറക്റ്റ് ആയിട്ട് കാണാം. വരും, ഇതിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ നോ പ്രോബ്ലം. നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി വയർലെസ് കൺട്രോൾ വരുന്നുണ്ട്. ഇത് വയർലെസ് കൺട്രോൾ ആണ്. നമുക്കിതിനെ ഇവിടെ നിന്ന് തന്നെ റിമോട്ടിൽ ചെയ്യുന്ന പോലെ ഈസി ആയിട്ട് നമുക്ക് ഇത് വർക്ക് ചെയ്യാം, ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇതൊരു വയർലെസ് കൺട്രോൾ ആണ്. ഓക്കെ, നമുക്ക് ഇനി ഇത് കട്ട് ചെയ്യുന്നൊന്ന് കാണാം. ഓക്കെ സർ, കൻ യു കട്ട്? യാ 14 mm വരുന്ന ഷീറ്റാണ് ഇതിപ്പോ കട്ട് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, നമുക്കിതിൽ 1.5 കിലോവാട്ടിൽ നമുക്ക് മാക്സിമം 12 mm വരെ നമുക്കിത് കട്ട് ചെയ്യാൻ സാധിക്കും. ഇത് കുറച്ച് ക്വാളിറ്റി മോഡലാണ് കട്ട് ചെയ്യുന്നത്. 3 കിലോവാട്ടിൽ അതിലും ഒരു 18 mm വരെ 16-18 mm വരെ നമുക്കിതിൽ കട്ട് ചെയ്യാൻ സാധിക്കും. ഇത് പ്രൊഡക്ഷൻ മോഡല്ല, ഇത് കുറച്ച് ക്വാളിറ്റി മോഡാണ് കട്ട് ചെയ്യുന്നത്. പക്ഷേ ഇത് കംപ്രസർ വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത്. നമുക്കിത് എയർ വെച്ച് കട്ട് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള ഒരു ഇത് വരും. ഇപ്പൊ ഇതിന്റെ ഫിനിഷിങ് നമുക്ക് കാണാം ഇത് വർക്ക് ചെയ്തതിനു ശേഷം. ഓക്കെ, ഷോ മീ ദ ഓക്കെ, ഫൈൻ ക്വാളിറ്റിയാണ്, ബ്ലസ് കാര്യങ്ങളൊന്നുമില്ല, സൂപ്പർ ക്വാളിറ്റിയാണ് കേട്ടോ. ഓക്കെ, ഗുഡ് 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 ഗുഡ്. ഇനി നമുക്ക് ഒരു ഫ്ലൈ കട്ടിങ് നോക്കാം. അതൊന്ന് ചെക്ക് ചെയ്യാൻ ഞാൻ ഇവരോട് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. സർ, ക്യാൻ യു കട്ട് ദ ഫ്ലൈ കട്ടിങ്, സ്പീഡ് കട്ടിങ് ബിഫോർ? പുള്ളി അറേഞ്ച് ചെയ്യുന്നുണ്ട്. ഇത് നമ്മുടെ മാർക്കറ്റിംഗ്, ഓവർസീസ് മാർക്കറ്റിംഗ് ഹെഡ് ആണ്, മിസ്റ്റർ മാക്സ്. ഹൈ ജസ്റ്റ് സേ ഹലോ. He will support me very much. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ പാനലിൽ കട്ട് ചെയ്യാൻ നമ്മൾ നോർമലി കട്ട് ചെയ്യുന്ന ഫ്ലൈ കട്ടിങ് എന്ന ഹൈ സ്പീഡ് മോഡലാണ് നമ്മൾ ഇനി കട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് അത് നോക്കാം. ഓക്കെ സാർ, ഓക്കെ, ഡു ഇറ്റ്. ഓക്കെ, കണ്ടോട്ടോ, അതിന്റെ ഒരു തരി പോലും നമുക്ക് ഇതിൽ ബ്ലർസ് ഇല്ല, അത്രയും ഫിനിഷ് ആയിട്ടാണ് അത് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ദിസ് ഈസ് ഓൾസോ ഗുഡ് ഗുഡ് ഗുഡ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിന്റെ ക്വാളിറ്റി ചെക്കിംഗ് ഒക്കെ നമ്മളിവിടെ വന്ന് നടത്തി കഴിഞ്ഞു. ഇപ്പൊ കഴിഞ്ഞ ഒരു ദിവസമായിട്ട് നിങ്ങൾ ഇതിന്റെ ക്വാളിറ്റി ടെസ്റ്റ് നോക്കി കഴിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഇത്രയൊക്കെയാണ് ഇതിന്റെ ഡീറ്റെയിൽസ് വരുന്നത്. ഇതിൽ കുറെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇതിന്റെ ഇപ്പൊ സമയം ലേറ്റ് ആവാറായി, ഇരുട്ടാവാറായി. അപ്പൊ ഇതിന്റെ നമുക്ക് ഡെമോ മെഷീൻ നമ്മൾ അവിടെ അറേഞ്ച് ചെയ്തതിനു ശേഷം ഇതിന്റെ എല്ലാ പാർട്സുകളിലോട്ടും പോയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ എടുക്കുന്നുണ്ട്. പാർട്സുകൾ ഞാൻ ഒന്നുകൂടെ പറയാം.
റേ ടൂൾസിന്റെ സ്വിറ്റ്സർലാൻഡ് മേഡായ റേ ടൂൾസിന്റെ ലേസർ ഹെഡാണ് ഇതിൽ വരുന്നത്. അതുപോലെ ജപ്പാന്റെ റെയിൽസ് ആണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. ഹൈവിനല്ല, ജപ്പാന്റെ റെയിൽസ് ആണ് നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നത്. ലീഡ് ഷൈൻ എന്ന് പറഞ്ഞ സെർവോ മോട്ടോർസ് ആണ് ഇതിൽ ഉപയോഗിക്കുന്നത്. ഈ റേ ടൂൾസിന്റെ തന്നെ സ്വിറ്റ്സർലാൻഡ് മേഡായ റേ ടൂൾസിന്റെ തന്നെ കൺട്രോൾ സിസ്റ്റം ആണ് ഇതിൽ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ടച്ച് ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇതിൽ 20 ഇഞ്ച് വരുന്ന ടച്ച് ഡിസ്പ്ലേ ആണ് ഈ മെഷീനിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ക്വാളിറ്റിയിൽ ഒരുവിധ കോംപ്രമൈസും ചെയ്യാത്ത ഒരു മെഷീൻ, എന്നാൽ കസ്റ്റമർക്ക് അഫോർഡബിൾ ആയിട്ടുള്ള, ഇപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന്റെ പകുതി എമൗണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മെഷീനാണ് ഈ മെഷീൻ. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽസ് അറിയാൻ ഞാൻ ഇതിന്റെ താഴെ നമ്പർ കൊടുക്കാം. ഇതിൽ നിങ്ങൾക്ക് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ ബന്ധപ്പെടാം. അതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ തരും. അതുപോലെ തന്നെ ഈ ഒരു പ്രൈസിൽ എല്ലാ സെറ്റിങ്സും അടക്കമാണ്, അതായത് ഇതിന്റെ പവർ എക്യുപ്മെന്റ്സ് അടക്കമാണ് നിങ്ങൾക്ക് ഈ പ്രൈസിൽ ഉൾപ്പെടുന്നത്. മെഷീൻ മാത്രമല്ല, ഇത് കണക്ട് ചെയ്യാൻ വേണ്ടി വരുന്ന പവർ എക്യുപ്മെന്റ്സ് അടക്കമാണ് ഈ പ്രൈസ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ ഞങ്ങളെ ബന്ധപ്പെടുക. അപ്പോൾ ഒരുവിധം ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഓടിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.